ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 22 അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകമുള്ളവർ ദയവായി തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 22 അധ്യായം യഹൂദയുടെ ചരിത്രത്തിലെ വളരെ നിർണായകവും ഇരുണ്ടതുമായ ഒരു കാലഘട്ടത്തെ അവതരിപ്പിക്കുന്നു. യഹോരാമിന്റെ മരണശേഷം അവന്റെ മകനായ അഹസ്യാവ് യഹൂദയുടെ രാജാവായി. എന്നാൽ അവന്റെ രാജ്യത്വം വളരെ ചുരുങ്ങിയതായിരുന്നു. അവന്റെ ജീവിതത്തിലും ഭരണത്തിലും ദൈവഭക്തിയേക്കാൾ തെറ്റായ സ്വാധീനങ്ങൾക്കാണ് കൂടുതൽ സ്ഥാനം ലഭിച്ചത്. പ്രത്യേകിച്ച് അവന്റെ അമ്മയായ അഥല്യയും ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ കുടുംബവുമായുള്ള ബന്ധവും അവന്റെ ആത്മീയ വീഴ്ചയ്ക്ക് കാരണമായി. അഹസ്യാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങളിൽ ഒന്നാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ അവൻ സ്വീകരിക്കുന്ന സ്വാധീനങ്ങൾ വളരെ ശക്തമായി രൂപപ്പെടുത്തുന്നു എന്നത്. അഹസ്യാവിന്റെ അമ്മ അഥല്യ ആഹാബിന്റെ കുടുംബത്തിൽപ്പെട്ടവളായിരുന്നു. ആഹാബിന്റെയും ഇസബേലിന്റെയും കാലത്ത് ഇസ്രായേൽ യഹോവയുടെ ആരാധനയിൽ നിന്ന് മാറി ബാലാരാധനയിലേക്കും വിഗ്രഹാരാധനയിലേക്കും നീങ്ങിയിരുന്നു. അതിന്റെ സ്വാധീനം അഹസ്യാവിന്റെ ജീവിതത്തിലും പ്രകടമായി. അവൻ യഹോവയുടെ ഹിതം അന്വേഷിക്കുന്നതിനു പകരം ആഹാബിന്റെ കുടുംബത്തിന്റെ വഴികളിൽ നടന്നു. ഇവിടെ ഒരു പ്രധാന ആത്മീയ പാഠം നമുക്ക് ലഭിക്കുന്നു. നാം ആരോടൊപ്പം നടക്കുന്നു എന്നത് നാം എവിടെ എത്തും എന്നതിനെ സ്വാധീനിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവം രൂപപ്പെടുന്നത് അവൻ കേൾക്കുന്ന വാക്കുകളിലൂടെയും സ്വീകരിക്കുന്ന ഉപദേശങ്ങളിലൂടെയും അവൻ തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങളിലൂടെയും അവൻ പിന്തുടരുന്ന മാതൃകകളിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ ജീവിതത്തിൽ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. തെറ്റായ കൂട്ടുകെട്ടുകൾ ആദ്യം ചെറിയ വിട്ടുവീഴ്ചകളായി തോന്നിയാലും പിന്നീട് അവ ആത്മീയ വീഴ്ചയിലേക്ക് നയിച്ചേക്കാം. അഹസ്യാവ് ഇസ്രായേൽ രാജാവുമായ യൊരാമുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. യൊരാം അബ്രഹാമിന്റെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. അഹസ്യാവ് അവനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തു. രാമോത് ഗിലെയാദിൽ അരാമ്യർക്കെതിരെ നടന്ന യുദ്ധത്തിൽ യൊരാം പരിക്കേറ്റപ്പോൾ അഹസ്യാവ് അവനെ സന്ദർശിക്കാൻ ഇസ്രായേലിലേക്ക് പോയി. ഈ യാത്ര തന്നെയാണ് അവന്റെ ജീവിതത്തിലെ അവസാന ഘട്ടത്തിലേക്ക് അവനെ എത്തിച്ചത്. യേഹു യൊരാമിനെതിരെ ദൈവിക ന്യായവിധി നടപ്പാക്കുമ്പോൾ അഹസ്യാവും അതിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടു. ഇത് നമ്മെ വളരെ ഗൗരവമുള്ള ഒരു സത്യത്തിലേക്ക് നയിക്കുന്നു. തെറ്റായ ബന്ധങ്ങൾ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്കും തെറ്റായ തീരുമാനങ്ങൾ നാശത്തിലേക്കും നയിക്കുന്നു. അതുകൊണ്ട് വിശ്വാസിക്ക് ആരാണ് സുഹൃത്ത് എന്നതുപോലെ തന്നെ ആരുടെ ഉപദേശമാണ് സ്വീകരിക്കുന്നത് എന്നതും പ്രധാനമാണ്. ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളിലും ദൈവഹിതം അന്വേഷിക്കേണ്ടതുണ്ട്. അഹസ്യാവിന്റെ വീഴ്ചയിൽ കുടുംബത്തിന്റെ സ്വാധീനവും വളരെ വ്യക്തമാണ്. അവന്റെ അമ്മ അഥല്യ അവനെ ദുഷ്ടതയിലേക്ക് പ്രേരിപ്പിച്ചു. ഇത് മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും ആത്മീയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്നു. കുട്ടികൾക്ക് വിശ്വാസം പഠിപ്പിക്കുന്നതിലും പ്രധാനമാണ് വിശ്വാസം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്നത്. ഒരു കുടുംബത്തിൽ ദൈവഭക്തി നിലനിൽക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം തലമുറകളിലേക്ക് കടന്നു പോകുന്നു. അതുപോലെ തന്നെ തെറ്റായ ആത്മീയ മാതൃകകളും തലമുറകളെ ബാധിക്കാം. എന്നാൽ ഈ അധ്യായത്തിന്റെ ഏറ്റവും ഭയാനകമായ ഭാഗം അഹസ്യാവിന്റെ മരണത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകന്റെ രാജകുടുംബത്തിലെ സന്തതികളെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ രാജ്യത്വം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അധികാരത്തോടുള്ള അമിതമായ ആസക്തി അവളെ സ്വന്തം കുടുംബത്തിലെ കുട്ടികളെ പോലും നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഇവിടെ അധികാര ലോഭത്തിന്റെ ഭീകരത നമുക്ക് കാണാം. അധികാരം ദൈവത്തിന്റെ മഹത്വത്തിനും ജനങ്ങളുടെ നന്മയ്ക്കുമായി ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്വമാണ്. സ്വാർത്ഥതയ്ക്കും ആധിപത്യത്തിനുമായി ഉപയോഗിക്കുമ്പോൾ അത് നാശത്തിന്റെ ഉപകരണമായി മാറുന്നു. എന്നാൽ അഥല്യയുടെ ദുഷ്ട പദ്ധതികൾക്കിടയിലും ദൈവത്തിന്റെ പദ്ധതി നിലച്ചില്ല. അഹസ്യാവിന്റെ സഹോദരിയായ യഹോശബത്ത് അഹസ്യാവിന്റെ മകനായ യോവാശിനെ രക്ഷിച്ചു. അവൾ അവനെയും അവന്റെ ധാത്രിയെയും ഒളിപ്പിക്കുകയും ദൈവാലയത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ദാവീദിന്റെ രാജവംശത്തിലെ ഒരു കുഞ്ഞ് നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പുറമേ നോക്കുമ്പോൾ യഹോശബത്ത് ചെയ്ത പ്രവൃത്തി വളരെ ചെറിയതായിരുന്നു. അവൾ ഒരു കുഞ്ഞിനെ മാത്രം രക്ഷിച്ചു.
എന്നാൽ ദൈവത്തിന്റെ രക്ഷാചരിത്രത്തിൽ അതിന് അതിശയകരമായ പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം യോവാശിന്റെ ജീവിതത്തിലൂടെ ദാവീദിന്റെ രാജവംശത്തിന്റെ തുടർച്ച സംരക്ഷിക്കപ്പെട്ടു. ദൈവം ദാവീദിനോട് നൽകിയ വാഗ്ദത്തം മനുഷ്യരുടെ ദുഷ്ടപദ്ധതികൾക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് ഈ അധ്യായത്തിന്റെ വലിയ പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യർ പദ്ധതികൾ ആസൂത്രണം ചെയ്താലും ദൈവത്തിന്റെ പദ്ധതി അതിനേക്കാൾ വലുതാണ്. മനുഷ്യരുടെ ഗൂഢാലോചനകൾക്ക് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. ദൈവം മൗനമായിരിക്കുന്നത് പോലെ തോന്നിയാലും അവൻ പ്രവർത്തനരഹിതനല്ല. ചിലപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ കണ്ണിൽപ്പെടാത്ത സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. 6 വർഷം യോവാശ് ദൈവാലയത്തിൽ മറഞ്ഞു കിടന്നു. ആ കാലഘട്ടത്തിൽ അവൻ ഒരു രാജാവായി അറിയപ്പെട്ടിരുന്നില്ല. അധികാരവും സൈന്യവും അവന്റെ കൈവശമുണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിനും വലിയ ആശ്വാസമാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ചെറുതോ മറഞ്ഞതോ ആയാലും ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മുടെ ജീവിതത്തിന് വലിയ മൂല്യമുണ്ടാകാം. ഇന്ന് പലരും തങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു. മറ്റുള്ളവർ മുന്നോട്ട് പോകുമ്പോൾ താൻ പിന്നിലാണെന്ന് തോന്നാം. എന്നാൽ യോവാശിന്റെ 6 വർഷത്തെ മറഞ്ഞ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സമയക്രമം മനുഷ്യരുടെ സമയക്രമത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നതാണ്. ദൈവം ഒരുക്കുന്ന കാലഘട്ടം പലപ്പോഴും നിശബ്ദമായിരിക്കും. എന്നാൽ അതിനുശേഷം അവൻ ഒരുക്കിയ സമയത്ത് തന്റെ പദ്ധതി വെളിപ്പെടുത്തുന്നു. യോവാശിനെ ദേവാലയത്തിൽ സംരക്ഷിച്ചത് മറ്റൊരു പ്രധാന ആത്മീയ സന്ദേശവും നൽകുന്നു. ദേവാലയം ആരാധനയുടെ സ്ഥലം മാത്രമല്ല, പ്രതിസന്ധിയിൽ സംരക്ഷണത്തിന്റെയും പ്രത്യാശയുടെയും സ്ഥലമായി മാറി. ഇന്നത്തെ സഭയും അങ്ങനെ ആയിരിക്കണം. ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകുന്ന, തകർന്നവർക്ക് ആശ്വാസം നൽകുന്ന, തെറ്റിപ്പോയവർക്ക് വഴികാട്ടുന്ന, ദുർബലരെ സംരക്ഷിക്കുന്ന ഒരു ആത്മീയ കുടുംബമായി സഭ നിലകൊള്ളണം. യഹോശേബത്തിന്റെ ധൈര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവൾ വലിയൊരു പ്രസംഗം നടത്തിയില്ല, ഒരു വലിയ സൈന്യത്തെ നയിച്ചില്ല. എന്നാൽ അവൾ ശരിയായ സമയത്ത് ശരിയായ കാര്യം ചെയ്തു. ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ അവൾ സ്വന്തം സുരക്ഷ പോലും അപകടത്തിലാക്കി. ദൈവത്തിന്റെ പദ്ധതിയിൽ അവളുടെ ചെറിയ വിശ്വാസ പ്രവൃത്തി വലിയൊരു ചരിത്രപരമായ ഫലത്തിന് കാരണമായി. ഇത് ഇന്നത്തെ വിശ്വാസികൾക്ക് വലിയൊരു പ്രചോദനമാണ്. ദൈവരാജ്യത്തിൽ ചെറിയ ശുശ്രൂഷകളൊന്നുമില്ല. ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത്, ഒരു ദുഃഖിതനെ ആശ്വസിപ്പിക്കുന്നത്, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഒരു യുവാവിനെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നത്, ഒരു കുടുംബത്തെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്, ഇവയെല്ലാം ദൈവത്തിന്റെ കാഴ്ചയിൽ വിലപ്പെട്ട ശുശ്രൂഷകളാണ്. നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പമല്ല, അതിന്റെ വിശ്വാസ്യതയാണ് പ്രധാനപ്പെട്ടത്. ഈ അധ്യായം ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്നു. യോവാശ് ദാവീദിന്റെ വംശം നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട വ്യക്തിയായി. ദാവീദിന്റെ വംശത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം പിന്നീട് യേശു ക്രിസ്തുവിൽ അതിന്റെ പൂർണ്ണതയിലെത്തി. അതുകൊണ്ട് അതല്യ ദാവീദിന്റെ വംശത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് ദൈവത്തിന്റെ രക്ഷാപദ്ധതി തടയാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവിന്റെ വരവിലേക്ക് നയിച്ച ദൈവിക വാഗ്ദത്തം മനുഷ്യരുടെ ശക്തിയാൽ പരാജയപ്പെടുത്താൻ കഴിയാത്തതായിരുന്നു. അതിനാൽ 2 ദിനവൃത്താന്തം 22-ാം അധ്യായം ഒരു രാജാവിന്റെ വീഴ്ചയുടെയും ഒരു രാജ്ഞിയുടെ ക്രൂരതയുടെയും ചരിത്രം മാത്രമല്ല, അത് തെറ്റായ സ്വാധീനങ്ങളുടെ അപകടം, അധികാര ലോഭത്തിന്റെ നാശം, വിശ്വസ്തതയുടെ ശക്തി, ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ അചഞ്ചലമായ വാഗ്ദത്തം എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ ആത്മീയ സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും തെറ്റായ സ്വാധീനങ്ങൾ നമ്മെ ചുറ്റിപ്പറ്റിയേക്കാം. കുടുംബത്തിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, മാധ്യമങ്ങളിൽ നിന്നും പലതരം ശബ്ദങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് നാം നിരന്തരം ചോദിക്കണം, എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് ആരാണ്? മനുഷ്യരുടെ അഭിപ്രായമാണോ, ലോകത്തിന്റെ ആകർഷണമാണോ, അതോ ദൈവത്തിന്റെ വചനമാണോ? അതുപോലെ തന്നെ അധികാരവും സ്ഥാനവും ലഭിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ദാനമായി കാണണം. സ്ഥാനമോ ഉത്തരവാദിത്വമോ ലഭിച്ചാൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുകയല്ല, അവരെ സേവിക്കുകയാണ് ക്രിസ്തീയ നേതൃത്വത്തിന്റെ ലക്ഷ്യം. അദല്യയുടെ അധികാര ലോഭവും യഹോശേബത്തിന്റെ സേവനാത്മക ധൈര്യവും തമ്മിലുള്ള വ്യത്യാസം നമ്മെ യഥാർത്ഥ നേതൃത്വത്തിന്റെ സ്വഭാവം പഠിപ്പിക്കുന്നു. അവസാനം ഈ അധ്യായം നയിക്കുന്നത് വലിയൊരു പ്രത്യാശയിലേക്കാണ്. ദൈവത്തിന്റെ പദ്ധതി മനുഷ്യരുടെ പദ്ധതികളെക്കാൾ ശക്തമാണ്. ജീവിതത്തിൽ ചിലപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തനം കാണാനാകാതെ വരാം. ചിലപ്പോൾ ദുഷ്ടത വിജയിക്കുന്നത് പോലെ തോന്നാം. ചിലപ്പോൾ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും വളരെ ചെറുതാണെന്ന് തോന്നാം. എന്നാൽ ദൈവം തന്റെ വാഗ്ദത്തം മറക്കുന്നില്ല.
യോവാശ് ദേവാലയത്തിൽ മറഞ്ഞിരുന്ന 6 വർഷം പോലെ നമ്മുടെ ജീവിതത്തിലും കാത്തിരിപ്പിന്റെ കാലങ്ങളുണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ സമയം വരുമ്പോൾ അവൻ തന്റെ പദ്ധതി വെളിപ്പെടുത്തും. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 22-ാം അധ്യായത്തിന്റെ പ്രധാന സന്ദേശം ഇതാണ്: തെറ്റായ സ്വാധീനങ്ങൾ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നാശത്തിലേക്ക് നയിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസ്തരായി നിലനിൽക്കുന്നവരുടെ ചെറിയ പ്രവൃത്തികളിലൂടെയും ദൈവം തന്റെ വലിയ പദ്ധതികൾ നിറവേറ്റുന്നു. മനുഷ്യരുടെ ഗൂഢാലോചനകൾക്ക് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതിനാൽ നമ്മുടെ ബന്ധങ്ങളിൽ ജാഗ്രത പുലർത്തുകയും ലഭിച്ച ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തരാകുകയും ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുകയും ദൈവം മൗനമായിരിക്കുന്ന സമയങ്ങളിലും അവന്റെ പദ്ധതികളിൽ വിശ്വസിക്കുകയും ചെയ്യാം. കാരണം ദൈവം പ്രവർത്തിക്കുന്നിടത്ത് ഇരുട്ടിനും ദുഷ്ടതയ്ക്കും അവസാന വാക്ക് പറയുവാൻ കഴിയില്ല. ഈ വചനങ്ങൾ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.